ഹായ്! നിങ്ങളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? ലൈഫിൽ പല പല പ്രശ്നങ്ങൾ കാരണം എന്ത് ചെയ്യണം എന്നറിയാണ്ട് അറ്റത്തേക്ക് നോക്കി നിൽക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എന്നാൽ ഈ വോയിസ് നിങ്ങൾക്കുള്ളതാണ്. ജീവിതത്തിൽ എന്ത് വന്നാലും അത് ചങ്കുറപ്പോടെ നേടാനുള്ള ശക്തി ഉണ്ടാവുന്നത് വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ട് തന്നെ ഇരിക്കും. ഈ സ്ട്രോങ് ശക്തിയും സ്ട്രോങ് മൈൻഡ് സെറ്റും ഒക്കെ താനേ ഉണ്ടായി വരില്ല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്നും നേരിടുന്ന സിറ്റുവേഷൻസ് ഫേസ് ചെയ്ത് ചെയ്ത് നമ്മൾ സ്ട്രോങ് ആവും. ഒരു പുതിയ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷേ പതിയെ പതിയെ നമ്മൾ അതും ആയിട്ട് യൂസ്ഡ് ആവും. അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നും നമുക്ക് മനസ്സിലാവും. എനിക്കിപ്പോൾ അഭിമാനത്തോടെ പറയാൻ പറ്റും ഞാൻ സ്ട്രോങ് ആൻഡ് അടിപൊളിയാണെന്ന്. നിങ്ങളിൽ ആരും നേരിടാത്ത പല സിറ്റുവേഷൻസ് ആൻഡ് പ്രോബ്ലംസ് ഒറ്റയ്ക്ക് ഫേസ് ചെയ്താണ് ഞാൻ ഇതുവരെ എത്തിയത്. ഞാൻ ഇല്ലാണ്ടായ പല സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ആരോടും ഹെൽപ്പ് ചോദിക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷൻസ് ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്ത് ഇവിടെ വരെ എത്തിയത്. ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്, ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു. ഇനിയും മുന്നോട്ട് അടിപൊളിയായിട്ട് പോകാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇത് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച മൈൻഡ് സെറ്റ് അല്ല. എൻ്റെ ലൈഫ് സിറ്റുവേഷൻസിലൂടെ ഞാൻ കടന്ന് വന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ എന്നിലുണ്ടായ മൈൻഡ് സെറ്റാണ്. ചെറുപ്പത്തിലൊക്കെ എൻ്റെ പാരൻസ് പറയുന്ന കാര്യങ്ങൾ അധികം തലയിൽ കയറാറില്ലായിരുന്നു. ഇപ്പം എല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്യൂറായി തുടങ്ങുമ്പോഴാണ് പണ്ട് നമ്മളെ പാരൻസ് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്നുള്ളത് മനസ്സിലാവുക. നമ്മളെല്ലാവർക്കും പല പല സ്റ്റോറീസാണ്. നമ്മുടെ ലൈഫ് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും 100% മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ എത്ര ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും അവർക്ക് ഓൾറെഡി അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ വെച്ച് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. നമ്മൾ തന്നെ നമ്മളെ ഓക്കെ ആക്കിയെടുക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെ എത്തി നിൽക്കുന്നു? ചെറുപ്പം മുതൽ ഇതുവരെ എങ്ങനെയാണോ നിങ്ങൾ തട്ടിയും മുട്ടിയും ഇവിടെ വരെ എത്തി? ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ചുറ്റുമുള്ള ലോകവും ആൾക്കാരും നമ്മളെ ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ലൈഫിൽ രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ലൈഫിൽ രക്ഷപ്പെട്ട എല്ലാ വ്യക്തികളും അവർ സ്വയം ജീവിച്ച് തുടങ്ങിയപ്പോഴാണ് നല്ല നല്ല നേട്ടങ്ങളിലോട്ട് പോയത്. സത്യം പറഞ്ഞാൽ ഒരു ദിവസം നമ്മളെല്ലാവരും മണ്ണിലേക്ക് തന്നെ പോവും. അതുവരെ ഉള്ളൂ ഇവിടുത്തെ ജീവിതമെല്ലാം. സോ ജീവൻ ഉള്ളിടത്തോളം കാലം നല്ല അടിപൊളിയായിട്ട് ജീവിക്കുക. നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആവാൻ നോക്കുക. ആരെയും പോലെ ആവാൻ നോക്കണ്ട. നിങ്ങളുടെ ബെസ്റ്റ് വേർഷനായിട്ട് നിങ്ങളെ വേറെ ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അതിൽ കാര്യമില്ല. നിങ്ങളെ ബെസ്റ്റ് വേർഷൻ എന്താണോ അതാവാനാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഓവർ തല പൊണ്ണാക്കി ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അതായത് നമ്മളെ മാത്സിലുള്ള ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല വഴികളും ഉണ്ടാവും. ഇപ്പം എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. അപ്പം പല രീതിയിൽ ആൻസറിലോട്ട് എത്താനുള്ള വഴികളുണ്ടാവും. ചില ആൾക്കാർക്ക് വഴി തെറ്റും, ചില ആൾക്കാർ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കും, ചില ആൾക്കാർ ടൈം എടുത്താണ് കണ്ടുപിടിക്കുന്നത്. അപ്പം വഴി തെറ്റിയാലും പിന്നെയും ട്രൈ ചെയ്തിട്ട് ആ ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്യും. അപ്പം അതുപോലെയാണ്. അതായത് മാത്സിൽ പല പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തവണാണ്. അതായത് ഇപ്പം എക്സാമിനൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ മാത്സ് ആണെങ്കിലും നമ്മൾ ഒരു ആ ക്വസ്റ്റ്യൻ ഏതൊക്കെ രീതിയിൽ ചോദിച്ചാലും നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കുക. അപ്പം നമ്മൾ കുറേ മാത്സ് ക്വസ്റ്റ്യൻസും ഒരു ക്വസ്റ്റ്യൻ്റെ തന്നെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ്റെ തന്നെ ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ആൻസർ എഴുതാൻ പറ്റുന്നുള്ള രീതിക്കുള്ള ഒരു ഇതിലോട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ എത്തുന്നത്. സോ അതുപോലെ തന്നെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും. ഇപ്പോൾ ഓരോ സിറ്റുവേഷൻ ആണെങ്കിൽ ആ സിറ്റുവേഷൻ പല മനുഷ്യരും ഡീൽ ചെയ്യുന്ന രീതികൾ വ്യത്യാസത്തിലായിരിക്കും. ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ഡീൽ ചെയ്യുക. അതേപോലെ ഈ സെയിം സിറ്റുവേഷൻ പിന്നെയും നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ
നമ്മൾ പിന്നെയും പിന്നെയും എളുപ്പത്തിൽ അത് ഡീൽ ചെയ്യും. ഇപ്പം ഒരു സിറ്റുവേഷൻ, ഒരു പ്രശ്നം, ആ പ്രശ്നം ആദ്യമായിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്നപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ പ്രശ്നം തന്നെ നിങ്ങളുടെ ലൈഫിൽ പിന്നെയും പിന്നെയും മുന്നോട്ട് പോകുന്ന സമയത്ത് വരുമ്പോൾ പണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത് അതിലും എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡീൽ ചെയ്യാൻ പറ്റും. അതുപോലെയാണ് മാത്സിലെ ക്വസ്റ്റ്യൻസും. സോ അത് മനസ്സിലാക്കുക. അത്രയ്ക്ക് സിമ്പിളാണ്. പക്ഷേ ഇത്രയ്ക്ക് സിമ്പിളായിട്ട് ചിന്തിക്കാനുള്ള ആ ഒരു ബോധം ആ ഒരു സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അത്രയ്ക്കും സ്ട്രോങ് ആണെങ്കിൽ അതും നിങ്ങളെ കൊണ്ട് പറ്റും. അതായത് സിറ്റുവേഷൻസിലൂടെ പോയി പ്രോബ്ലംസ് ഫേസ് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പോലെയാണ്. കുറേ സിറ്റുവേഷനിലൂടെ പോയി നമുക്ക് അതൊരു ശീലമാവും. പണ്ട് ബുദ്ധിമുട്ടിയ സിമിലർ സിറ്റുവേഷൻസ് ഇപ്പോൾ വരുമ്പോൾ നിങ്ങളത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യും. ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നും, പിന്നെ അതൊരു ശീലമാവും. അങ്ങനെയാണല്ലോ. അങ്ങനെ എന്തും ഡീൽ ചെയ്യാനുള്ള കരുത്ത് നിങ്ങളിൽ ഉടലെടുക്കും. സോ അൺടിൽ നെക്സ്റ്റ് വീഡിയോ ആൻഡ് നെക്സ്റ്റ് ടോപ്പിക്, ബൈ. അപ്പോൾ ഞാൻ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചതെന്ന് തുടക്കത്തിൽ പറയാൻ മറന്നുപോയി. സോ ഞാൻ ഇന്ന് സംസാരിച്ചത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചാൽ ഹൗ ടു ഡീൽ എനിത്തിങ് ഇൻ ലൈഫ് എന്നുള്ള മെൻറ്റാലിറ്റിനെ കുറിച്ചാണ് ഞാനിന്ന് പറഞ്ഞത്. ഓക്കെ.